നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വരന്തരപ്പിള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും 5 വയസ്സുകാരന് മരുന്നുമാറി നൽകിയെന്ന പരാതിയിൽ ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. തെങ്ങ് മുറിക്കുന്നതിനിടെ ദേഹത്തേക്ക് മറിഞ്ഞു വീണ് പുതുക്കാട് സ്വദേശിക്ക് ദാരുണാന്ത്യം. കാവന്നൂരിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 10 ദിവസം, പരാതിയുമായി പഞ്ചായത്ത് അംഗം. വാസുപുരം ചെമ്പൂച്ചിറ റോഡിൽ കോടങ്ങലം ക്ഷേത്ര പരിസരത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് യാത്രക്കാർക്കും സമീപവാസികൾക്കും ദുരിതമാകുന്നു. വീണ്ടും കർഷകരെ ദുരിതത്തിലാക്കി KSCBയുടെ വാഴവെട്ട്. പൊന്നൂക്കരയിലെ തുളിയാംകുന്നിലാണ് സംഭവം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണമ്പേട്ട യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ കടമ്പോട് പ്രദേശത്ത് കനാൽ കവിഞ്ഞൊഴുകുന്നത് വീടുകൾക്ക് ഭീഷണിയാകുന്നു. കവറിൽ അവകാശപ്പെടുന്ന അളവിൽ ബിസ്ക്കറ്റ് കുറവ് വന്നതിനു പിന്നാലെ ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകാൻ ബ്രിട്ടാനിയയ്ക്ക് നിർദ്ദേശം നൽകി ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. വരാക്കര സ്വദേശിയുടെ പരാതിയിലാണ് നടപടി. വിശദമായ വാർത്തകളിലേക്ക്. വരന്തരപ്പിള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും 5 വയസ്സുകാരന് മരുന്നുമാറി നൽകിയെന്ന പരാതിയിൽ ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഡോക്ടർ എഴുതി നൽകിയ ഗുളിക ഫാർമസിസ്റ്റ് തെറ്റി നൽകിയതായാണ് പരാതി. കുട്ടിയുടെ പിതാവ് കുളത്തിലെ വളപ്പിൽ കാരികുളം സ്വദേശി കബീറിന്റെ പരാതിയിലാണ് അന്വേഷണം. DMO നിയോഗിച്ച ഓഫീസർ വരന്തരപ്പിള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും കുട്ടിയുടെ വീട്ടിലും എത്തി. സമഗ്രമായ അന്വേഷണം നടത്തി DMOക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വിഷയത്തിൽ കുട്ടിയുടെ കുടുംബമായും ഉദ്യോഗസ്ഥർ സംസാരിച്ചു. ഈ മാസം 3-നായിരുന്നു സംഭവം. മുണ്ടിനീരിന് കൊടുത്തത് പ്രഷറിനുള്ള മരുന്നാണെന്നാണ് കുടുംബത്തിന്റെ പരാതി. കടുത്ത തലവേദനയും ഛർദിയും ഉണ്ടായതോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടി വിദഗ്ധ ചികിത്സ തേടിയിരുന്നു. പിന്നാലെയാണ് കുറിപ്പടിയിലെ മരുന്നും ഫാർമസിസ്റ്റ് നൽകിയ മരുന്നും വേറെയാണെന്ന് കണ്ടെത്തിയത്. തെങ്ങ് മുറിക്കുന്നതിനിടെ ദേഹത്തേക്ക് മറിഞ്ഞു വീണു പുതുക്കാട് സ്വദേശിക്ക് ദാരുണാന്ത്യം. പുതുക്കാട് വടക്കേത്തുറവ് കൊടിയൻ വീട്ടിൽ ഔസേഫിന്റെ മകൻ 64 വയസ്സുള്ള വിൽസൺ ആണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയോടെ വടക്കേത്തുറവിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലായിരുന്നു അപകടം. കേടുവന്ന തെങ്ങ് മുറിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. തെങ്ങിൽ നിന്ന് തൊട്ടടുത്ത മാവിലേക്ക് കയർ കെട്ടി നിർത്തുന്നതിനിടെ മാവിന്റെ ചില്ല അടർന്നതോടെ തെങ്ങ് ദിശ മാറി മറിഞ്ഞു വീഴുകയായിരുന്നു. സമീപത്ത് മാറി നിന്ന വിൽസന്റെ ദേഹത്തേക്ക് തെങ്ങ് വീണാണ് അപകടം സംഭവിച്ചത്. ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്നവർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രിൻസിയാണ് വിൽസന്റെ ഭാര്യ. ബിജു, പ്രവീൺ എന്നിവർ മക്കളും ബിജു, ടെസി എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് പുതുക്കാട് സെയിന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 10 ദിവസം, പരാതിയുമായി പഞ്ചായത്ത് അംഗം. തൃക്കൂർ പഞ്ചായത്തിലെ 12-ാം വാർഡിലെ കാവല്ലൂരിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പിൽ വെള്ളമെത്തിയിട്ട് 10 ദിവസം പിന്നിട്ടു. തൃക്കൂരിലെ കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റിൽ നിന്നും തൃക്കൂർ പൊന്നൂക്കുര വഴി ഭരതയിലെ കുടിവെള്ള ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്ന മെയിൻ പൈപ്പ് തൃക്കൂർ SMS റോഡിൽ പൊട്ടിയതാണ് കാരണം. തൃക്കൂരിലെ ശുദ്ധീകരണ പ്ലാന്റിൽ നിന്നും വെള്ളം ഭരതയിലെ ടാങ്കിൽ എത്തിയതിനു ശേഷമാണ് 12, 13, 8, 9, 10, 11 വാർഡുകളിലേക്ക് വെള്ളം ലഭിക്കുക. 10 ദിവസത്തിനുള്ളിൽ ഒരേ സ്ഥലത്ത് തന്നെ 7 തവണ പൊട്ടിയ പൈപ്പ് ലീക്കടച്ചു. ഇപ്പോഴും അതേ സ്ഥലത്ത് തന്നെയാണ് പൊട്ടിയിരിക്കുന്നത്. പൈപ്പ് പൊട്ടിയാൽ അടച്ചിരുന്ന പ്രധാന കരാർ തൊഴിലാളികൾ മുൻകാലങ്ങളിൽ ചെയ്ത പ്രവൃത്തികളുടെ പണം ലഭിക്കാത്തതിനാൽ സമരത്തിലാണെന്നും ഇപ്പോൾ പ്രവൃത്തി ചെയ്യുന്നവരുടെ പരിചയക്കുറവാണോ ഈ വിഷയം ഇത്രയും വഷളാക്കിയത് എന്നും സംശയിക്കുന്നതായി പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ പറഞ്ഞു. കാവല്ലൂർ മേഖല വലിയ കുന്നിൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ്. കുടിവെള്ള കിണറുകൾ മാസങ്ങൾക്ക് മുൻപേ വറ്റി. പഞ്ചായത്തിന്റെ കുടിവെള്ള വിതരണ വാഹനത്തിൽ നിന്നും ലഭിക്കുന്ന വെള്ളമാണ് ഇപ്പോൾ ഏക ആശ്രയം. വാട്ടർ അതോറിറ്റിയുടെ പൊട്ടിയ പൈപ്പുകൾ ഉടനടി പുനഃസ്ഥാപിച്ച് കുടിവെള്ളം സുഗമമായി ലഭിക്കുന്നതിന് അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് വാർഡംഗം സൈമൺ നമ്പാടൻ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന് പരാതി നൽകി. മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരം ചെമ്പൂച്ചിറ റോഡിൽ കോതങ്ങലം ക്ഷേത്ര പരിസരത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് യാത്രക്കാർക്കും സമീപവാസികൾക്കും ദുരിതമാകുന്നു. മഴ പെയ്താൽ റോഡിൽ 4 അടിയോളം ഉയരത്തിലാണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്.
മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഇല്ലാത്തതാണ് ഇവിടെ പ്രശ്നമാകുന്നത്. മഴക്കാലമായാൽ റോഡ് തകർന്ന് സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാവുന്ന സ്ഥലമാണിത്. വെള്ളം കെട്ടിക്കിടന്ന് കുഴികൾ രൂപപ്പെടുന്നതിനാൽ മഴക്കാലത്ത് ഇതുവഴിയുള്ള യാത്ര ദുരിതം നിറഞ്ഞതായിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് കഴിഞ്ഞ വർഷം ഇവിടെ ടൈൽ വിരിച്ച് റോഡ് നവീകരിച്ചത്. എന്നാൽ മഴവെള്ളം പൂർണ്ണമായി ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കാൻ അധികൃതർക്കായില്ല. റോഡരികിൽ നിർമ്മിച്ചിട്ടുള്ള ആഴവും വീതിയും കുറഞ്ഞ കാനയിലൂടെ ശരിയായ തോതിൽ വെള്ളം ഒഴുകിപ്പോകാത്തതാണ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ ഇടയാക്കുന്നത്. കനത്ത മഴ പെയ്യുമ്പോൾ 4 അടിയോളം ഉയരത്തിൽ റോഡിൽ വെള്ളം പൊങ്ങുമെന്ന് സമീപവാസിയായ അശോകൻ പറയുന്നു. റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം വീടുകളിലേക്കും ഒഴുകിയെത്തുന്നുണ്ട്. പതിവായി റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് രോഗഭീതിയും ഉയർത്തുന്നുണ്ട്. കാൽനടക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും ഏറെ ക്ലേശിച്ചാണ് ഈ വെള്ളക്കെട്ടിലൂടെ കടന്നു പോകുന്നത്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം ഈ റോഡിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഈ റോഡിന് കാനില്ലാതെ ഈ റോഡ് പണിതാണ് ഏറ്റവും വലിയൊരു അപാകത. ഈ അപാകത പരിഹരിക്കുന്നതിന് വേണ്ടി അധികാരികൾ ഇവിടെ റോഡിന് കാനിട്ട് ഈ വെള്ളക്കെട്ട് ഇവിടുന്ന് കളയുക. വീട്ടിൽ നിന്നിട്ട് വീട്ടിക്ക് മറ്റുള്ള മാരകമായ അസുഖങ്ങൾ ബാധിക്കാനും അതിനും ഉള്ളൊരു സാഹചര്യങ്ങളും ഉണ്ട്. ഈ കാനുണ്ടാക്കി ഈ വെള്ളത്തിന് ഇവിടുന്ന് ഒഴിവാക്കി തരണം. രാത്രി വണ്ടികൾ അപകടത്തിൽപ്പെടുന്നു. അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി അധികാരികൾ ഇത് കണ്ണു തുറന്ന് ഈ വെള്ളക്കെട്ട് ഇവിടുന്ന് ഒഴിവാക്കി തരണം എന്നാണ് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത്. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് പ്രദേശത്ത് കനാൽ കവിഞ്ഞൊഴുകുന്നത് വീടുകൾക്ക് ഭീഷണിയായി. കടമ്പോട് കലാസമിതി റോഡ് കനാൽ ബണ്ടിൽ അവസാനിക്കുന്ന ഭാഗത്താണ് മറ്റത്തൂർ ഇറിഗേഷൻ കനാൽ കവിഞ്ഞൊഴുകുന്നത്. ടാറിംഗ് റോഡിലേക്ക് കനാലിൽ നിന്ന് വെള്ളം കുത്തി ഒഴുകുന്നത് റോഡിനും സമീപത്തെ വീടുകൾക്കും ഭീഷണിയാണ്. ഇവിടെയുള്ള കനാൽ പാലത്തിന് ചുവടെ കരിങ്കൽ കെട്ട് ഇടിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും പുനർനിർമ്മിക്കാൻ ഇറിഗേഷൻ അധികൃതർ തയ്യാറായിട്ടില്ല. കരിങ്കൽ കെട്ട് ഇടിഞ്ഞ ഭാഗത്തുകൂടി കനാൽ വെള്ളം ചോർന്നൊഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. മഴക്കാലത്ത് ശക്തമായ ഒഴുക്കുണ്ടായാൽ കനാൽ ദുർബലമായ ഭാഗത്ത് ബണ്ടിടിഞ്ഞ് പരിസരത്തുള്ള വീടുകൾക്ക് നാശം സംഭവിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കവറിൽ അവകാശപ്പെടുന്ന അളവ് ബിസ്ക്കറ്റിൽ കുറവ് വന്നതിനു പിന്നാലെ ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകാൻ ബ്രിട്ടാനിയയ്ക്ക് നിർദ്ദേശം നൽകി ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. വരാക്ര സ്വദേശിയുടെ പരാതിയിലാണ് ബിസ്ക്കറ്റ് കമ്പനിയായ ബ്രിട്ടാനിയ 50,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശം നൽകിയത്. 300 ഗ്രാം ബിസ്ക്കറ്റ് പാക്കിൽ 50 ഗ്രാമോളം ബിസ്ക്കറ്റിന്റെ കുറവാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടാനിയയും ബിസ്ക്കറ്റ് വിറ്റ കടയുടമയും ചേർന്ന് ഉപഭോക്താവിന് 50,000 രൂപ നഷ്ടപരിഹാരം നൽകണം. കേസിനും മറ്റു ചിലവുകൾക്കുമായി 10,000 രൂപയും നൽകണമെന്ന് കോടതി വിശദമാക്കി. വരാക്ര സ്വദേശിയായ ജോർജ് തട്ടിൽ എന്നയാളുടെ പരാതിയിലാണ് നടപടി. 2019 ഡിസംബർ ആദ്യ വാരത്തിലാണ് പരാതിക്കാരൻ ബേക്കറിയിൽ നിന്ന് ബിസ്ക്കറ്റ് വാങ്ങിയത്. 40 രൂപ വില നൽകി 2 ബിസ്ക്കറ്റ് പാക്കറ്റാണ് പരാതിക്കാരൻ വാങ്ങിയത്. 300 ഗ്രാം ബിസ്ക്കറ്റ് എന്ന് വ്യക്തമാക്കിയ കവർ തൂക്കി നോക്കിയപ്പോൾ 50 ഗ്രാമിന്റെ കുറവ് കണ്ടതിനെ തുടർന്നാണ് ജോർജ് തട്ടിൽ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. ഞാൻ സാധാരണ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ തൂക്കും അളവ് ശ്രദ്ധിക്കാറുണ്ട്. ഇതൊരു പാക്കറ്റ് വരുന്നത് നമ്മൾ ബ്രിട്ടാനിയ പോലത്തെ കമ്പനി ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ഇവരെന്താ വെച്ചാൽ കടക്കാരൻ അവരുടെ ഇലക്ട്രോണിക് പാർസൽ വെച്ച് തന്നു. അപ്പൊ നോക്കിയപ്പോൾ സാധാരണ അതിന്റെ തൂക്കം 250 ഗ്രാം അല്ലെങ്കിൽ 300 അല്ലെങ്കിൽ 100 അങ്ങനെ വരണല്ലോ. അപ്പൊ നോക്കുമ്പോ ഇതില് 250-നും 300-നും ഇടയ്ക്കായിട്ടാണ് തൂക്കങ്ങൾ കണ്ടത്. അപ്പോഴാണ് നമ്മൾ പാക്കറ്റിൽ നോക്കിയപ്പോൾ 300 ഗ്രാമാണ് പാക്കറ്റില് അതിന്റെ വെയിറ്റ് കാണിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അതിന് 2 പാക്കറ്റ് വാങ്ങി തൃശ്ശൂർ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെയിറ്റിംഗ് മെഷീനിൽ തൂക്കം നോക്കി സർട്ടിഫിക്കറ്റ് മേടിച്ച് അവർക്ക് കംപ്ലൈന്റ് കൊടുത്തു. ഇതില് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ച് നടപടികൾ എടുത്തില്ല. കൺസ്യൂമർ കോടതിയിൽ അതിന്റെ തെളിവുകളൊക്കെ പരിശോധിച്ചിട്ടാണ് അവർ അതിന്റെ നടപടികൾ എടുത്തത്. ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളം നടക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, എത്രമാത്രം പാക്കറ്റുകൾ വിൽപ്പന നടത്തപ്പെടുന്നു. ആ പാക്കറ്റുകളിലൊക്കെ തന്നെ ഇപ്രകാരം തൂക്കം കുറവാണെങ്കിൽ കമ്പനിക്ക് കിട്ടുന്ന ലാഭവും അതോടൊപ്പം തന്നെ ഉപഭോക്താവിന് വരുന്ന നഷ്ടവും നമ്മൾ പരിഗണിക്കേണ്ട ഒരു സംഗതിയാണ്. ജോർജ് തട്ടിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം തൻ്റെ മുമ്പിൽ ഈ ഉൽപ്പന്നങ്ങൾ ലഭിച്ചപ്പോൾ അതിലെ തൂക്കത്തെ അദ്ദേഹത്തിന് സംശയം തോന്നുകയും അത് തൂക്കി നോക്കുകയും ചെയ്തപ്പോഴാണ് ഈ തകരാർ കണ്ടെത്താൻ കഴിഞ്ഞത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണമ്പേട്ട യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KP ജയ്സൺ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ചെയർമാൻ സെബാസ്റ്റ്യൻ മഞ്ഞളി മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം ജനറൽ കൺവീനർ രഞ്ജിമോൻ അവാർഡുകൾ വിതരണം ചെയ്തു.
നിയോജക മണ്ഡലം ട്രഷറർ ഡേവിഡ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോയ് പാണ്ടാരി, യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രതീഷ് പോൾ, യൂത്ത് യൂണിറ്റ് പ്രസിഡന്റ് ആൻഡ്രു ചോനാടൻ, വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ഗിരിജാദേവി, യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ ശേഖരൻ, ട്രഷറർ CL തോമസ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് CG ടൈറ്റസ്, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ആനന്ദ് എന്നിവർ പ്രസംഗിച്ചു. യൂണിറ്റ് പ്രസിഡന്റായി KP ജെയ്സനെയും ജനറൽ സെക്രട്ടറിയായി K ശേഖരനെയും ട്രഷററായി CL തോമസിനെയും യോഗം തെരഞ്ഞെടുത്തു. യോഗത്തിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. കൂടാതെ വിവിധ കലാപരിപാടികളും ഗാനമേളയും ഉണ്ടായിരുന്നു. പുതുക്കാട് പഞ്ചായത്തിലെ സ്ട്രീറ്റ് ലൈറ്റിന് ലൈൻ വലിക്കൽ പദ്ധതിയിൽ 10ാം വാർഡിലെ എസ്റ്റിമേറ്റ് തുക പഞ്ചായത്ത് അടച്ചില്ലെന്നാരോപിച്ച് പഞ്ചായത്ത് യോഗത്തിൽ വാർഡ് അംഗത്തിന്റെ പ്രതിഷേധം. അവസാനം എസ്റ്റിമേറ്റ് എടുത്തുകൊടുത്ത വാർഡുകളിലെ വരെ പണം അടയ്ക്കുകയുണ്ടായെന്നും 10ാം വാർഡിന്റെ വികസനം ഇല്ലാതാക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഒത്തുകളിക്കുകയാണെന്നും ഭരണകക്ഷി അംഗം കൂടിയായ വാർഡംഗം ടീന തോബി ആരോപിച്ചു. കൂടാതെ 10ാം വാർഡിലെ പകൽ വീടിന്റെ ശരിയായ NOC അനുവദിക്കാത്തതും ഇതുകൊണ്ടാണെന്ന് ടീന തോബി കൂട്ടിച്ചേർത്തു. കർഷകരെ ദുരിതത്തിലാക്കി KCBയുടെ വാഴവെട്ട്. പൊന്നൂക്കരയിലെ തുളിയാംകുന്നിലാണ് സംഭവം. കർഷകനായ തോണിപ്പാറ വെളിയത്തുപറമ്പിൽ ഷൈജന്റെ 23 വാഴകളാണ് KSCB വെട്ടിയത്. പാട്ടത്തിനെടുത്ത ഭൂമിയിലായിരുന്നു കർഷകൻ കൃഷി ചെയ്തത്. സമീപത്തുണ്ടായിരുന്ന തെങ്ങ് കാറ്റിൽ വീണ് വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞിരുന്നു. ഇത് ശരിയാക്കാനെത്തിയ ജീവനക്കാരാണ് വാഴകളുടെ ഇലകൾ വെട്ടിയത്. ഷൈജൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. കൂമ്പടക്കം ഇലകൾ വെട്ടിയതോടെ പൂർണ്ണ വളർച്ചയെത്തിയ 23 വാഴകൾ നശിച്ചു. താഴ്ന്നു തൂങ്ങിയ കമ്പികൾ വാഴകളുടെ 10 അടി ഉയരത്തിലായിരുന്നുവെന്നും ഇലകൾ വെട്ടേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും ഷൈജൻ പറഞ്ഞു. സംഭവത്തിൽ കർഷകൻ ഒല്ലൂർ പോലീസിൽ പരാതി നൽകി. 2 ലക്ഷം രൂപ വായ്പ വാങ്ങിയാണ് കൃഷി ഇറക്കിയതെന്നും KSCBയുടെ പ്രവൃത്തി മൂലം തനിക്ക് കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടായതായും കർഷകൻ പറഞ്ഞു. കഴിഞ്ഞ മാർച്ചിൽ പാഴായിൽ സമാനമായ രീതിയിൽ കർഷകനായ മനോജിന്റെ വാഴകളും KSCB വെട്ടിയിരുന്നു. വൈദ്യുത കമ്പിക്ക് കീഴിലാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്നത്തെ നടപടി. ഈ വാഴത്തോട്ടത്തിലേക്ക് എന്നെ വിളിച്ചു, ഇങ്ങനെ മരം വീണുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വാഴ പാട്ടത്തിന് വെച്ചേക്കണേ. അപ്പോൾ നമ്മൾ ഈ പറമ്പിൻ്റെ ഉടമസ്ഥ തന്നെ വിളിച്ചു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഒരു തെങ്ങ് വീണുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ വന്നപ്പോഴേക്കും ഒരു വാഴകൾ കംപ്ലീറ്റ് ഒരു 20ഓളം വാഴകൾ വെട്ടി നശിപ്പിച്ചേക്കുക. അപ്പോൾ ഇത് വീഴുന്നതിന് മുന്നേ ഒരു 10 അടി 15 അടി ഹൈറ്റിലാണ് ഈ കമ്പികൾ പോയേക്കുന്നത്. അപ്പോൾ എല്ലാ കൊല്ലവും ഇതിനകത്ത് വാഴ കൃഷിയുള്ളതാണ്. ഇത് ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിലാണ് ഈ വാഴ നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെക്കുന്നതിന് മുന്നേ ഇവരൊന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ ഒരു പട്ട പോലും അവർ വെട്ടി കളഞ്ഞിട്ടുമില്ല. ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവർ നേരം വൈകിട്ട് ആയ കാരണം ഈ പോസ്റ്റ് മാറ്റാനൊന്നും നേരമില്ല എന്ന് പറഞ്ഞ് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വാഴകൾ 20 എണ്ണം വെട്ടി കളഞ്ഞാണ്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ, നഷ്ടപരിഹാരം എന്താണെന്ന് വെച്ചാൽ തരാമെന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ഓഫീസർമാർ പറഞ്ഞത്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ പരാതി കൊടുക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനും മുകളിലേക്ക് കൊടുത്തോളാം, അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. അതിനുശേഷമാണ് ഞാനിപ്പോൾ ഈ പരാതിയായിട്ട് മുന്നോട്ട് പോയത്. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള 151ാമത് സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഭാരവാഹികളായ P രാധാകൃഷ്ണൻ, K സജീവ്, അനിൽ വടക്കേടത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാടാനപ്പള്ളി തളിക്കുളത്ത് കടന്നലിന്റെ കുത്തേറ്റ് +2 വിദ്യാർത്ഥി മരിച്ചു. തളിക്കുളം സ്വദേശി അനന്തു കൃഷ്ണൻ ആണ് മരിച്ചത്. തളിക്കുളം ബ്ലോക്ക് മുൻ വൈസ് പ്രസിഡന്റ് മിനി മുരളീധരന്റെ മകനാണ് അനന്തു. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. വ്യാഴാഴ്ച വൈകിട്ട് വീടിനു മുകളിലെ വാട്ടർ ടാങ്ക് വൃത്തിയാക്കാൻ കയറിയപ്പോഴാണ് കടന്നലിന്റെ ആക്രമണമുണ്ടായത്. കുത്തേറ്റ് അലർജി ഉണ്ടായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വെള്ളിയാഴ്ച രാവിലെ മരിക്കുകയായിരുന്നു. സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വില കുതിച്ചുയരുന്നത് ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയായിരുന്നു. 880 രൂപയാണ് 2 ദിവസം കൊണ്ട് വർദ്ധിച്ചത്. ഒരു പവന് 200 രൂപയാണ് വെള്ളിയാഴ്ച കുറഞ്ഞത്. ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില 54,080 രൂപയാണ്. നിരക്കിൽ നേരിയ ഇടിവുണ്ടെങ്കിലും സ്വർണ്ണവില 54,000 മുകളിൽ തന്നെയാണ്. 1 ഗ്രാം സ്വർണത്തിന്റെ വില ഗ്രാമിന് 25 രൂപ കുറഞ്ഞു. 6,760 രൂപയാണ് വില. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ വെണ്ടൂരിൽ പ്രവർത്തിക്കുന്ന വനിതാ ജിംനേഷ്യം സെന്ററിലേക്ക് പരിചയസമ്പന്നരായ വനിതാ ട്രെയിനറുടെ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ ആവശ്യമായ രേഖകൾ സഹിതം മെയ് 25 രാവിലെ 11 പഞ്ചായത്തിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്.
കൂടുതൽ വിവരങ്ങൾക്ക് 0480-275-1372 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കെൽട്രോണിന്റെ കുറ്റിപ്പുറം നോളജ് സെന്ററിൽ സർക്കാർ അംഗീകൃത കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിന്റനൻസ്, മെഷീൻ ലേണിംഗ്, അക്കൌണ്ടിംഗ് എന്നിവയാണ് കോഴ്സുകൾ. താൽപര്യമുള്ളവർ കുറ്റിപ്പുറത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0494-269-7288 8590605276. ജില്ലയിലെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഹോസ്റ്റൽ മാനേജർ ഗ്രേഡ് 2 തസ്തികയിൽ ഈഴവ വിഭാഗത്തിന് സംവരണം ചെയ്ത ഒരു താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, സർക്കാർ സ്ഥാപനങ്ങളിലോ സർക്കാർ പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ സ്റ്റോറുകളും അക്കൌണ്ടുകളും കൈകാര്യം ചെയ്യുന്നതിനുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായപരിധി 18-നും 36-നും മധ്യേ. പുരുഷന്മാർക്കാണ് അവസരം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ജൂൺ 13-നകം അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 6760 രൂപ, പവന് 54,080 രൂപ. വെണ്ടൂർ പുതുശ്ശേരി തെക്കുംപുറം ലോനപ്പൻ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2-ന് വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ നടക്കും. LC, കുഞ്ഞുവറീദ്, ഫ്രാൻസിസ്, ബാബു, ജോണി, പരേതനായ ദേവസി, ജോസ് എന്നിവർ മക്കളും, മേഴ്സി, ആനി, ബ്രൈറ്റി, ഷൈനി, പരേതനായ വർഗീസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വരന്തരപ്പിള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയെന്ന പരാതിയിൽ ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. തെങ്ങ് മുറിക്കുന്നതിനിടെ ദേഹത്തേക്ക് മറിഞ്ഞു വീണ് പുതുക്കാട് സ്വദേശിക്ക് ദാരുണ അന്ത്യം. കാവന്നൂരിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 10 ദിവസം. പരാതിയുമായി പഞ്ചായത്ത് അംഗം. വാസുപുരം ചെമ്പൂശ്ശിറ റോഡിൽ കോടങ്ങലം ക്ഷേത്ര പരിസരത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് യാത്രക്കാർക്കും സമീപവാസികൾക്കും ദുരിതമാകുന്നു. വീണ്ടും കർഷകരെ ദുരിതത്തിലാക്കി KSCBയുടെ വാഴവെട്ട്. പൊന്നൂക്കരയിലെ തുളിയാംകുന്നിലാണ് സംഭവം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണമ്പേട്ട യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ കടമ്പോട് പ്രദേശത്ത് കനാൽ കവിഞ്ഞൊഴുകുന്നത് വീടുകൾക്ക് ഭീഷണിയാകുന്നു. കവറിൽ അവകാശപ്പെടുന്ന അളവിൽ ബിസ്ക്കറ്റ് കുറവ് വന്നതിനു പിന്നാലെ ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകാൻ ബ്രിട്ടാനിയയ്ക്ക് നിർദ്ദേശം നൽകി ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. വരാക്കര സ്വദേശിയുടെ പരാതിയിലാണ് നടപടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.